Potential difference measure across 4.5 volt when applied a direct current 9 ampere and the coil carrying an alternating current 9 ampere at 50 hertz. ഓക്കെ, ഇങ്ങനെയാവുമ്പോൾ ഉള്ള എന്ത് കാണാനാണ്? ഫൈൻഡ് ദി കറണ്ട് ആറിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഡയറക്റ്റ് കറണ്ട് കൊടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ആണ് വരിക. സോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 4.5 ഡിവൈഡ് ബൈ 9.5 ഓം. ഡയറക്റ്റ് കറണ്ട് അല്ല ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഇൻഡക്റ്റൻസ് കോയിലിന് അക്രോസ് ഇൻഡക്റ്റൻസ് ആയിട്ട് മാറും. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് എൽ അല്ലേ. എക്സ് എൽ എന്ന് പറഞ്ഞാൽ 4.5 തന്നെ കറണ്ട് 9 ആംപിയർ തന്നെ 25 ഹെഡ്സ് ആണെന്ന് മാത്രം. അപ്പോൾ ഇമ്പിഡൻസ് ആയി മാറും. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ നേരെ എക്സ് എൽ അല്ല മാറുക, ആറും ഉണ്ട് എക്സും ഉണ്ട്. സോ 24 വോൾട്ടാണ്. 24 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 2.66. അപ്പോൾ എക്സ് എൽ കണ്ടുപിടിച്ചാൽ റൂട്ട് ഓഫ് ആർ സെഡ് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ 2.66 സ്ക്വയർ മൈനസ് 0.5 സ്ക്വയർ ചെയ്താൽ 2.62 ഓം വരും. അതായത് 2.62 ഓം എന്ന് പറഞ്ഞാൽ 2π എഫ് ഇൻറ്റു എൽ ആണ്. 2 ഇൻറ്റു 3.14 ഇൻറ്റു 25. എൽ എന്ന് പറഞ്ഞാൽ 2.62 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 2 ഇൻറ്റു 3.14 ഇൻറ്റു 25 ദാറ്റ് ഈസ് 0.016 ഹെൻറി വരും. ദാറ്റ് ഈസ് 116.7 ഹെൻറി എന്ന് പറയാം. 50 ഹെഡ്സ് ആവുമ്പോൾ 2π എഫ് ഇൻറ്റു എല് ദാറ്റ് ഈസ് 2 ഗുണം 2 ഇൻറ്റു ബൈ ഇൻറ്റു 50 ഇൻറ്റു ആ ഹെൻറി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 52.24. കറണ്ട് എന്ന് പറഞ്ഞാൽ സെഡ് ആണ്. വീണ്ടും റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റൂട്ട് ഓഫ് 0.5 സ്ക്വയർ പ്ലസ് 5.24. അപ്പോൾ 0.526. ഇനി 50 വോൾട്ടാണ് പുതുതായി കൊടുത്തിരുന്നത്. സോ കറണ്ട് എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 5.26 0.95 ആംപിയർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആർ ബൈ സെഡ്. ആർ എന്ന് പറയുന്നത് 0.5, സെഡ് എന്ന് പറഞ്ഞാൽ 5.26 0.095. ദെൻ പവർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ആറ് 9.5 സ്ക്വയർ ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 45. എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. ആദ്യം ഡി സി കൊടുക്കുമ്പോൾ റെസിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. എ സി കൊടുക്കുമ്പോൾ അത് സെഡ് ആയിട്ട് മാറും. അപ്പോൾ സെഡിൽ നിന്ന് 6 കുറച്ചാൽ എക്സ് എൽ കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.